ഇടുക്കി ജില്ലയിൽ ഗാർഹിക പീഡന പരാതിക്ക് കുറവില്ല. 2025 ജില്ലാ വിമൻ പ്രൊട്ടക്ഷൻ ഓഫീസിലും ജില്ലയിലെ 4 സർവീസ് പ്രൊവൈഡിംഗ് സെന്ററുകളിലും സഖി വൺ സ്റ്റോപ്പ് സെന്ററുകളിലുമായി ആകെ ലഭിച്ചത് 609 പരാതികളാണ്. ഇതിൽ 71 പേർക്ക് കോടതികളിൽ നിന്ന് സംരക്ഷണ ഉത്തരവുകൾ ലഭ്യമായിട്ടുണ്ട്. ജില്ലയിൽ ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ട ഒരു മാസം ശരാശരി 50 പരാതികൾ ലഭിക്കുന്നതായാണ് കണക്ക്. പോലീസിന് ലഭിക്കുന്ന പരാതികൾ വേറെയും. ഗാർഹിക പീഡനങ്ങൾക്ക് ഇരകളാകുന്ന സ്ത്രീകളിൽ ഭൂരിഭാഗം പേരും ഇപ്പോൾ പരാതി നൽകാൻ തയ്യാറാകുന്നുണ്ടെന്ന് ജില്ലാ വിമൻ പ്രൊട്ടക്ഷൻ ഓഫീസർ AS പ്രമീള പറഞ്ഞു. അതേസമയം ജില്ലയിലെ ട്രൈബൽ മേഖലകളിൽ നിന്ന് ഇപ്പോഴും അധികം പരാതികൾ പുറത്തേക്ക് വരുന്നില്ല. ജില്ലയിൽ അതീവ ഗൗരവകരമായ പരാതികൾക്ക് പുറമെ കഴമ്പില്ലാത്തവയും ലഭിക്കാറുണ്ട്. ഗാർഹിക അതിക്രമങ്ങളിൽ പ്രധാന വില്ലൻ പങ്കാളിയുടെ മദ്യപാനവും ലഹരി ഉപയോഗവുമാണ്. മൊബൈൽ ഫോൺ ഉപയോഗം, ദമ്പതിമാർക്കിടയിലെ വിശ്വാസമില്ലായ്മ, സാമ്പത്തിക പ്രശ്നങ്ങൾ എന്നിവയാണ് മറ്റ് കാരണങ്ങൾ. സ്ത്രീധനവുമായി ബന്ധപ്പെട്ട ഗാർഹിക പീഡന പരാതികൾ പൊതുവെ കുറഞ്ഞിട്ടുണ്ട്. ഗാർഹിക അതിക്രമങ്ങൾക്കിരയാകുന്ന സ്ത്രീകൾക്ക് വിമൻ പ്രൊട്ടക്ഷൻ ഓഫീസിലോ സഖി വൺ സ്റ്റോപ്പ് സെന്ററിലോ താമസത്തിനടുത്തുള്ള സർവീസ് പ്രൊവൈഡിംഗ് സെന്ററിലോ പരാതി നൽകാം. ജില്ലാ വിമൻ പ്രൊട്ടക്ഷൻ ഓഫീസ് പൈനാവിൽ SBA ശാഖയ്ക്ക് സമീപമാണ് പ്രവർത്തിക്കുന്നത്. ഇതിനോട് ചേർന്ന് തന്നെയാണ് സഖി വൺ സ്റ്റോപ്പ് സെന്റർ. തൊടുപുഴ, കുമളി, അടിമാലി, ചെറുതോണി എന്നിവിടങ്ങളാണ് സർവീസ് പ്രൊവൈഡിംഗ് സെന്ററുകൾ ഉള്ളത്. എല്ലാ സർവീസ് പ്രൊവൈഡിംഗ് സെന്ററുകളിൽ നിന്നും സൗജന്യ നിയമോപദേശവും നിയമസഹായവും ലഭ്യമാണ്. ഇടുക്കി വിഷൻ, കുമളി.